സാലിസ് പ്ലേറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ അടുത്ത ദിവസങ്ങളിൽ മിർദിഫ് മോളിലൊന്ന് പോയി ദുബായിലുള്ള. അപ്പോൾ അതിൻ്റെ ചില കാഴ്ചകൾ നിങ്ങളെ കാണിക്കണമെന്ന് തോന്നി, അത് ഞാനൊന്ന് ഇടാണ് കേട്ടോ. അപ്പോൾ മിർദിഫ് മോൾ ഇപ്പോൾ ദുബായിലുള്ളവർക്ക് ഒരു പുതുമയുള്ളൊരു സംഭവമൊന്നുമല്ല, പക്ഷേ ഔട്ട്സൈഡിൽ കാണുന്നവർക്ക് അത് പ്രത്യേകത തന്നെയായിരിക്കും. ഇവിടുത്തെ ഷോപ്പിംഗ് മാളുകളെല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്. എല്ലാം നല്ലതാണ്. നമുക്ക് നല്ല ടൈം പാസ്, അതായത് എല്ലാവരും കൂടി ഒന്നിച്ച് നമ്മൾ നടക്കുമ്പോൾ പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാരെ കാണാൻ പറ്റും. അതിൻ്റെ ഇടയ്ക്ക് ചെറിയ പർച്ചേസിങ് നടത്തും നമ്മൾ. ഇപ്പോൾ ഞങ്ങൾ കൊച്ചിൻ്റെ ഡയപ്പർ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ റെസ്റ്റ് റൂമിലേക്കൊന്ന് കയറുകയാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ചെന്ന് നമ്മുടെ കൈ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ചു വെച്ചാൽ മതി. അപ്പോൾ ഡോറ് ഓട്ടോമാറ്റിക് ഓപ്പൺ ആവും. കണ്ടോ, ഇപ്പോൾ ഡോർ ഓട്ടോമാറ്റിക് ഓപ്പണാണ്. നമ്മൾ അകത്തേക്ക് കയറിക്കഴിഞ്ഞ് അതുപോലെ തന്നെ കൈ വെച്ച് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ക്ലോസ് ചെയ്യും. അപ്പം നമുക്ക് ഒരു പ്രൈവസിയായി. ഇനി ആരും ഇവിടെ ഓപ്പൺ ചെയ്താലും കൈ വെച്ചാലൊന്നും അത് ഓപ്പൺ ചെയ്യില്ല. ഇവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ കണ്ടോ, പിള്ളേരെ കിടത്താനായിട്ടുള്ളൊരു കോട്ട് പോലത്തെ ഒരു ശരിയാക്കിയിട്ടുണ്ട്, ടിഷ്യൂ റെഡിയാക്കിയിട്ടുണ്ട്. എന്ത് നീറ്റ് ആൻഡ് ക്ലീനാന്ന് നോക്കിയാൽ അവിടെ ഹാൻഡ് വാഷോ അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പറുകളോ ഒന്നും ഡയറക്റ്റ് കാണാൻ പറ്റില്ല. അത് ഈ കണ്ണാടിയുടെ അടിയിലാണ് ഫിക്സ് ചെയ്തേക്കുന്നത്. അതിൻ്റെ താഴെ തന്നെയാണ് വാഷ് ബേസിൻ അറേഞ്ച് ചെയ്തേക്കുന്നത്. സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ളവർക്കും കൂടിയൊക്കെ ഇത് ഉപകാരപ്പെടട്ടെ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ ഞാനിത് ഇട്ടേക്കണത്. നമ്മളുടെ യൂസ് കഴിഞ്ഞ് കഴിയുമ്പോൾ അത്രയും ടിഷ്യൂ പേപ്പർ നേരെ കയറി മടക്കിയിട്ട് നമ്മൾ അവിടെ ഡസ്റ്റ്ബിൻ വെച്ചിട്ടുണ്ട്, ഡസ്റ്റ്ബിനിലേക്ക് ഇടുക. നമ്മളെ കൊണ്ട് പറ്റാവുന്ന രൂപത്തിൽ അവിടെ ക്ലീൻ ചെയ്ത് ഇടുക. ഇനി നമ്മൾ ക്ലീൻ ചെയ്തില്ലെങ്കിൽ പോലും നമ്മൾ ഓരോരുത്തരും അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ ക്ലീൻ ചെയ്യാനായിട്ടുള്ള ആൾക്കാരുണ്ട്. അവരത് നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് എപ്പോഴും വളരെ ടൈഡി ആയിട്ടാണ് സൂക്ഷിക്കുന്നത്. നമ്മൾക്കും നമ്മുടെ മക്കൾക്കും ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം, പബ്ലിക് ടോയ്ലറ്റ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ ബാത്റൂമുകൾ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതാണ് ആദ്യം പിള്ളേരെ പഠിപ്പിക്കേണ്ട ഒരു കാര്യം. കാരണം മറ്റൊരാൾക്ക് പിന്നീടേക്ക് വന്നിരുന്ന് യൂസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വരുമ്പോൾ മറ്റൊരാൾക്ക് എങ്ങനെ ചെല്ലുമ്പോൾ അത് യൂസ് ചെയ്യാം, വൃത്തികെട്ട രൂപത്തിലാക്കിയിടാതെ കൊണ്ട് സൂക്ഷിക്കാനായിട്ട് പിള്ളേരെ പഠിപ്പിക്കണം. ചില വലിയ മനുഷ്യരെയും, അതായത് അഡൾട്ട്സും അതുപോലെ തന്നെ പിള്ളേരും ഈ യൂസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്ലഷ് ചെയ്യാണ്ട് ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങി വരണ ഒരു സ്വഭാവം, അതായത് അത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു വിഷയമല്ല. ഇനി ഈ റെസ്റ്റ് റൂമിൽ കണ്ടോ, അതെ ഒരു ചെയർ അവർ എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്. അതായത് നമ്മളുടെ കൂട്ടത്തിൽ വേറെ ആരെങ്കിലും വരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടേക്കുന്നത്. എന്ത് നീറ്റായിട്ട് ഈ ടോയ്ലറ്റ് സൂക്ഷിച്ചേക്കണേന്ന് നോക്കിയാൽ അവർ അടുത്ത് തന്നെ ഒരു ഡസ്റ്റ്ബിൻ ഉണ്ട്. പിന്നെ അവർ ഇൻറ്റീരിയർ ചെയ്തേക്കണത് കൂടി ഞാൻ കാണിച്ചു തരാം. എത്ര ഭംഗിയായിട്ടാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്കൊക്കെ ഇതിൻ്റെ അകത്ത് കയറി നിന്നിട്ട് ഒരു വേറൊരു ലോകത്തിൽ നിൽക്കണ പോലെ തോന്നി. ഇതിനേക്കായൊക്കെ നല്ല ഒത്തിരി റെസ്റ്റ് റൂമുകൾ ദുബായിലുണ്ട്. ഗോൾഡൻ ഇതിൻ്റെ അകത്ത് ചെയ്തൊക്കെ ഉണ്ട്. അത്രയൊക്കെ ഒന്നും നമ്മൾ പോകണ്ട, നമ്മൾ നോർമൽ രൂപത്തിലുള്ളതിൽ പോയിച്ചാൽ മതി. അത് നിങ്ങളെയൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് ഓർത്തിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്ത് വെച്ചിരിക്കണേ. കയറി ഇതിൻ്റെ അകത്ത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, അയ്യോ ഈ വീഡിയോ ബാക്കിയുള്ളവർക്ക് കൂടിയിട്ടൊന്ന് ഷെയർ ചെയ്താൽ ടോയ്ലറ്റ് എങ്ങനെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ഇടാന്നുള്ളത് അവർക്കും മനസ്സിലാവുമല്ലോ എന്ന് ഓർത്തു. ഇപ്പോൾ ഇതേ നോക്കിയേ, ഈ വരണ കൂട്ടത്തിൽ ഇത് ഈ പോർഷൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തേക്കാണ്. അതിൻ്റെ അകത്ത് വലിയവർക്ക് ഇരിക്കാനുള്ള ടോയ്ലറ്റ് ഉണ്ട്, കൊച്ചു പിള്ളേർക്ക് ഇരിക്കാനുള്ള ടോയ്ലറ്റ് ഉണ്ട്. ഇനി ഞാൻ നിങ്ങളൊരു കാര്യം കാണിച്ചു തരട്ടെ. എത്രയോ പേര് കയറി ഇറങ്ങണതാ. ഇതിൻ്റെ ഫ്ലോറ് നിങ്ങൾ നോക്കിയേ, അവിടെ ചോറിട്ട് നമുക്ക് ഉണ്ണാം. അത്രയ്ക്കും വൃത്തിയായിട്ടാണ് ആ സ്ഥലം ഇട്ടേക്കണത്. കാരണം അങ്ങനെയുള്ളൊരു സ്ഥലം നമ്മൾ ഒരിക്കലും ചീത്തയാക്കി ഇടാനായിട്ട് നമുക്ക് തോന്നില്ല. അങ്ങനെ തോന്നണത് പ്രത്യേക സ്വഭാവമുള്ള ആരെങ്കിലുമൊക്കെയാണ്. അപ്പം നമ്മൾ നമ്മുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, നമ്മൾ കൈയൊക്കെ വൃത്തിയാക്കിയിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇത് ഇവിടുത്തെ ഇതിനോട് നേരെ പുറത്തിറങ്ങിയിട്ടുള്ള ഒരു കോമൺ ലേഡീസിൻ്റെ റെസ്റ്റ് റൂമാണ്. ഇതും വളരെ നീറ്റായിട്ടാണ് കേട്ടോ അവർ സൂക്ഷിക്കുന്നത്. ഇതെല്ലാം കാണുമ്പോൾ ഞാൻ ഓർക്കും, നമ്മുടെ നാട്ടിലും ഇങ്ങനെയെല്ലാം നമുക്ക് ചെയ്യാമല്ലോ. ആരെങ്കിലും 1-2 ജോലിക്കാരോ വരുന്നതിൻ്റെ അത് നിർത്തിയിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്കും ചെയ്യാം. ഇനി എയർപോർട്ടിൽ നമുക്ക് കിട്ടുന്ന ഒരു ഫെസിലിറ്റിയും കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ടോയ്ലറ്റ് യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു പീസ് നമുക്ക് കിട്ടും. അതെന്തായാലും നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ നമ്മളുടെ ഡ്രസ്സുകൾ നനയാതെ കൊണ്ടും നമുക്ക് കുറച്ചും കൂടി നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് ഇതൊക്കെ യൂസ് ചെയ്യാനായിട്ടും ക്ലോസറ്റ് യൂസ് ചെയ്യാനായിട്ടൊക്കെ ഈ ഒരു ടിഷ്യൂവിൻ്റെ ഈ ഇത് നമുക്ക് ഒത്തിരി ഉപകാരപ്പെടും. ഇതിൻ്റെ ശരിക്കും ആക്ച്വൽ നെയിം എന്നാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ ഒരു പീസ് എടുത്തിട്ട് നമ്മൾ ആ ക്ലോസറ്റിൻ്റെ സീറ്റിൻ്റെ മീതേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അത് കഴിയുമ്പോൾ നമുക്ക് വളരെ നീറ്റായിട്ടത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഔട്ട്സൈഡിൽ താമസിച്ചിട്ട് നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ വരണ വലിയ ആൾക്കാർക്കാണെന്നുണ്ടെങ്കിലും പിള്ളേർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് തോന്നണ ആദ്യത്തെ സംഭവം എന്താണെന്നറിയാമോ? നീറ്റ് ആൻഡ് ക്ലീൻ അല്ലാത്ത ടോയ്ലറ്റ്. അതിപ്പോൾ വീടുകളിലാണെന്നുണ്ടെങ്കിലും
ഔട്ട്സൈഡ് ടോയ്ലറ്റ് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു അവസ്ഥയുണ്ട്. പക്ഷേ നമ്മുടെ നാട് ഇപ്പോൾ കുറേയൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. കാര്യങ്ങൾ പറഞ്ഞിരുന്ന വീഡിയോ അങ്ങ് ലെങ്തി ആയിട്ട് പോവാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായി. ഞാനൊരു നന്മ പബ്ലിക്കിന് വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നതാണ്. നിങ്ങൾക്ക് സ്വീകാര്യമെങ്കിൽ സ്വീകരിക്കാം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ ഫ്രം സാലിസ് പ്ലേറ്റ്.